എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ശംഖുപുഷ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഉണങ്ങിയതാ. ഇതൊന്നും കളയണ്ട കേട്ടോ, ഉണങ്ങിയതൊക്കെ കിടന്നോട്ടെ. അത് നമുക്ക് ഈ ശംഖുപുഷ്പം കിട്ടുന്ന അവസരത്തിലുണ്ടല്ലോ, ശേഖരിച്ച് വെച്ചാൽ മതി, ഉണക്കിയെടുത്ത് വെച്ചാൽ മതി. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്. ഇത് നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. ഒത്തിരി അസുഖങ്ങൾക്ക് ഔഷധമായി ശംഖുപുഷ്പം. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, എല്ലാം അറിയാൻ പറ്റുമേ. അപ്പം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അറിയാവുന്നവരോടല്ല. ഞാനിതൊരു അര കപ്പ് വെള്ളം എടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കും. ഞാനിത് തിളപ്പിക്കാനായിട്ട് ഇതിൻ്റെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് അതിൻ്റെ കളറെല്ലാം ഇളകി വരുന്നിടം വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. പൂവൊക്കെ നമുക്കൊന്ന് താത്തിട്ട് കൊടുക്കാം. ഇച്ചിരി വാടിയ പൂവാണെന്ന് വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് പൂ ഇപ്പോൾ കുറവാണ് ഉണ്ടാവുന്നത്. ഞാനൊട്ട് പറിച്ചു വെച്ചതും ഇല്ല. അതുമല്ല, വേനലായപ്പോൾ എനിക്ക് തോന്നുന്നു പൂവിൻ്റെ കളറ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന്. മഴക്കാലത്ത് നിറയെ പൂവും ഉണ്ടായിരുന്നു, നല്ല കളറുമായിരുന്നു. ഇപ്പൊ കളർ അല്പം കുറഞ്ഞതുപോലെ തോന്നുന്നു. കണ്ടോ, ഇത് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നിറങ്ങണ്ടോ? നമുക്കിത് നല്ലപോലെ ഇതിന്റെ കളറൊക്കെ ഇളകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഞാൻ ആ പൂ കളയാതിരിക്കാനായിട്ട് ഈ കപ്പിൽ തണുത്ത വെള്ളം എടുത്ത് ആ പൂ അതിലിട്ട് വെച്ച് അതിന്റെ കളർ അതിലോട്ട് വന്നോട്ടെ എന്ന് വെച്ചത്. അതിനും കളർ വരുന്നുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, കാണുന്നുണ്ടോ? കളർ മൊത്തം ഇളകി വന്നിട്ടുണ്ട് ഇതിൽ. ഇത് നമ്മളിവിടെ തണുക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. ഈ പൂവിന് കളറ് കുറവാണ്, അതാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ. വേനലായപ്പോഴത്തേക്ക് കളറ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിലെ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പൂവിൻ്റെ കളറെല്ലാം ഇളകി. എന്നാലും അല്പമൊക്കെ അതിലുണ്ട്, അത് നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. ഇതേ കണ്ടോ, ഈ കളറ് കണ്ടോ? ഇതിന് ബ്ലൂ ടീ എന്ന് പറയുവേ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്നും രാവിലെ കുടിക്കാം. ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇതിൽ മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇത്തിരി തേൻ ഒഴിച്ചിട്ട് കുടിക്കാം. പഞ്ചസാര ഇട്ടാൽ അതിൻ്റെ ഗുണം പോകും. അതുകൊണ്ട് തേൻ ഒഴിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ചെറിയ ജാറിൽ അല്പം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അടുക്ക തേനില്ല, തീർന്നു പോയി. അതുകൊണ്ട് പഞ്ചസാര ഇട്ടാൽ ഗുണം ഉണ്ടാവത്തില്ല, എങ്കിലും മധുരത്തിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്. അതിലോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കുക. അതൊന്ന് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. ഞാൻ ഈ വെള്ളം ഒന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ബ്ലൂ ടീ എന്ന് പറയാം വേണമെങ്കിൽ കേട്ടോ. നിറച്ചില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണേ. ഇപ്പൊ കണ്ടോണേ, ഈ വെള്ളത്തിന്റെ നിറം മാറും. നമുക്ക് നാരങ്ങ നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പൊ നിറം മാറിയത് കണ്ടോ? വേറൊരു പർപ്പിൾ കളറായില്ലേ? ആ നാരങ്ങ കലക്കിയതും നാരങ്ങയും പഞ്ചസാരയും കൂടെ അടിച്ച മിക്സ് ആണ് ഇതിൽ ഒഴിച്ചു കൊടുത്തത്. ഇതിന് പർപ്പിൾ കളറായി. നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിയാ സീഡ്സും കൂടി ഇട്ട് കൊടുക്കുവാണേ. മതിയോ പാച്ചുവിന് ചിയാ സീഡ്സ് ഇട്ടത്? ഇത്ര മതിയോ? ഐസ് ഇടണോ പാച്ചുവിന്? ഐസ് ഇടണോ ഇതില്? ആണോ? 2-3 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പം കൊണ്ടുണ്ടാക്കിയ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണേ.